നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. മൂന്നാറിൽ വീണ്ടും പൊളിക്കൽ. പാപ്പാത്തിച്ചോല കയ്യേറി നിർമ്മിച്ച കൂറ്റൻ കുരിശു പൊളിച്ചു നീക്കി. നടപടിയിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി. ജില്ലാ ഭരണകൂടത്തിന് പരസ്യ ശാസന. കുരിശിന്റെ മേൽ കൈവെക്കുമ്പോൾ സർക്കാരിനോട് ആലോചിക്കണമായിരുന്നു. മൂന്നാർ അപകടാവസ്ഥയിലെന്ന് കേന്ദ്രമന്ത്രി CR ചൗധരിയുടെ റിപ്പോർട്ട്. സംഘടനാ തെരഞ്ഞെടുപ്പ് വരെ MM ഹസൻ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് തുടരും. തെരഞ്ഞെടുപ്പിലൂടെ അധ്യക്ഷനാകാൻ ഉമ്മൻചാണ്ടി സന്നദ്ധനാകുമെന്ന് സൂചന. ഉമ്മൻചാണ്ടിയും VM സുധീരനും രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. കേരളത്തിലെ NDA വിപുലീകരിക്കണമെന്ന് കുമ്മനം രാജശേഖരന് അമിത്ഷായുടെ നിർദ്ദേശം. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവാഭരണം കാണാതായി. വിഗ്രഹത്തിൽ ചാർത്തുന്ന നവരത്നങ്ങൾ പതിച്ച പതക്കമാണ് കാണാതായതെന്ന് ദേവസ്വം കമ്മീഷണർ. ദേവസ്വം വിജിലൻസ് അന്വേഷണം തുടങ്ങി. DMKയിൽ എടപ്പാടി OPS പക്ഷങ്ങളുടെ ലയന നീക്കം തൃശങ്കുവിൽ. ജയലളിതയുടെ മരണം CBI അന്വേഷിക്കണമെന്നതടക്കമുള്ള വ്യവസ്ഥകൾ പാലിക്കണമെന്ന് പനീർസെൽവം. ഉപാധികളില്ലാതെ ചർച്ചയാകാമെന്ന് എടപ്പാടി വിഭാഗം. പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെതിരായ കള്ളപ്പണ ആരോപണത്തിൽ വീണ്ടും അന്വേഷണം നടത്താൻ പാക് സുപ്രീം കോടതി ഉത്തരവ്. 2 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ഷെരീഫ് അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണമെന്നും നിർദ്ദേശം. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. മൂന്നാറിൽ വീണ്ടും കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടി. സൂര്യനെല്ലി പാപ്പാത്തിച്ചോലയിൽ ഭൂമി കയ്യേറി സ്ഥാപിച്ച കൂറ്റൻ കുരിശ് റവന്യൂ അധികൃതർ പൊളിച്ചു നീക്കി. പ്രതിഷേധക്കാർ വഴിയിൽ സ്ഥാപിച്ച പ്രതിബന്ധങ്ങൾ നീക്കം ചെയ്താണ് റവന്യൂ ഉദ്യോഗസ്ഥർക്ക് മലമുകളിൽ എത്താൻ സാധിച്ചത്. സൂര്യനെല്ലി പാപ്പാത്തിച്ചോലയിൽ മലമുകളിൽ സ്ഥാപിച്ച കൂറ്റൻ കുരിശാണ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കിയത്. സ്പിരിച്വൽ ടൂറിസത്തിന്റെ പേരിൽ ഏക്കർ കണക്കിന് ഭൂമി കയ്യേറിയാണ് കോൺക്രീറ്റ് കുരിശ് സ്ഥാപിച്ചത്. സമീപത്ത് ഒട്ടേറെ താൽക്കാലിക ഷെഡുകളും നിർമ്മിച്ചിരുന്നു. ദേവികുളം അഡീഷണൽ തഹസീൽദാറിന്റെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘവും പോലീസും രാവിലെ തന്നെ കയ്യേറ്റ സ്ഥലത്ത് എത്തി. പ്രതിഷേധക്കാർ തീർത്ത തടസ്സങ്ങൾ നീക്കിയ ശേഷമാണ് സംഘത്തിന് ഇവിടെ എത്താൻ സാധിച്ചത്. വഴിയിൽ നിർത്തിയിട്ട വാഹനങ്ങൾ JCB ഉപയോഗിച്ചാണ് നീക്കം ചെയ്തത്. മേഖലയിൽ അനധികൃതമായി നിർമ്മിച്ച ഷെഡുകൾ പൊളിച്ച് റവന്യൂ സംഘം തീയിട്ടു. കയ്യേറ്റമൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ഇതേ തുടർന്ന് പ്രദേശത്ത് ജില്ലാ ഭരണകൂടം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് നടപടികൾ വേഗത്തിലാക്കാനാണ് റവന്യൂ വകുപ്പിന്റെ തീരുമാനം. റിപ്പോർട്ടർ ഇടുക്കി. ഇടുക്കി ജില്ലാ ഭരണകൂടത്തിനെതിരെ പരസ്യ ശാസനയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. കയ്യേറ്റമൊഴിപ്പിക്കലിന്റെ മറവിൽ കുരിശു പൊളിച്ചത് സർക്കാരിനെ കരിവേരിത്തേക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. നടപടി സർക്കാർ ഗൗരവമായി കാണുന്നു. കുരിശിന്റെ മേൽ കൈവെക്കുമ്പോൾ സർക്കാരിനോട് ആലോചിക്കണമായിരുന്നു. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണം. കുടിയേറ്റക്കാർക്ക് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ നൽകുമെന്നും പിണറായി വിജയൻ കോട്ടയത്ത് പറഞ്ഞു. കയ്യേറ്റക്കാരാണോ അവരോട് കർക്കശമായിരിക്കും സമീപനം. ഒരു വിട്ടുവീഴ്ചയുണ്ടാവില്ല. എന്ത് പഴച്ചു കുരിശ്? ഈ പറയുന്ന കുരിശെന്നത് ഈ കേരളത്തിലെ ഒരു നല്ലൊരു വിഭാഗം ജനങ്ങൾ വലിയ തോതിൽ വിശ്വസിക്കുകയും പ്രതീക്ഷയോടെ നോക്കിക്കാണുകയും ചെയ്യുന്ന ഒരടയാളമാണല്ലോ. അതിന്റെ മേലെ കൈവെക്കാൻ പോകുമ്പോ ഈ സംസ്ഥാനത്ത് ഒരു സർക്കാർ ഉണ്ടാകുമ്പോൾ ആ സർക്കാരുമായി ആലോചിക്കാൻ തയ്യാറാകണ്ടേ? ഇന്ന കാലത്ത് അവിടുത്തെ ജില്ലാ ഭരണാധികാരിയെ വിളിച്ച് ഞാൻ ചോദിച്ച ചോദ്യമാണിത്. നിങ്ങൾ ആരോട് ചോദിച്ചാണ് ചെയ്തത്? ഇവിടെ ഒരു സർക്കാരുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണ്ടേ? എന്തുകൊണ്ട് നിങ്ങൾ അതിന് തയ്യാറായില്ല? എന്തിനാണ് എന്തോ മഹാകയ്യേറ്റം എന്ന മട്ടിലുള്ള ഒരു ഭീകരമായ ഒഴിപ്പിക്കലിന് തയ്യാറെടുത്തത്? 144 അവിടെ പ്രഖ്യാപിക്കുന്നു. ആ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നില്ല ഇതെല്ലാം പൊളിച്ചു കഴിഞ്ഞു. ഞാൻ അപ്പോ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ അവിടെ പൊളിക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട് കാണുന്നത്. അവരെ പൂർണ്ണമായും തിരിച്ചു വരണം. 144 പിൻവലിക്കണം. അവിടെയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. കാരണം
അനാവശ്യമായ ഒരു വികാരം സൃഷ്ടിക്കാനാണ് ഉദ്ദേശം. കേരളത്തിലെ LDF സർക്കാർ കുരിശിനെതിരെ യുദ്ധം നടത്തിയ ഒരു സർക്കാരാണ് എന്ന പ്രതീതി ഉണ്ടാക്കലല്ലേ ഇതിന്റെ പിന്നിൽ. ഇത് വളരെ ഗൗരവമായിട്ടാണ് സർക്കാർ കാണുന്നത്. ഈ വിഷയമാണ് എഡിറ്റേഴ്സ് അവർ പരിശോധിക്കുന്നത്. ദേവികുളം MLA ശ്രീ S രാജേന്ദ്രൻ, CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി ശ്രീ KK ശിവരാമൻ, സാമൂഹ്യ പ്രവർത്തകൻ ആം ആദ്മി പാർട്ടി കൺവീനർ ശ്രീ CR നീലകണ്ഠൻ, BJP സംസ്ഥാന വക്താവ് ശ്രീ GR പത്മകുമാർ, ഇടുക്കി DCC പ്രസിഡന്റ് ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ KK ശിവരാമൻ, മുഖ്യമന്ത്രിയുടെ പ്രസംഗം, കോട്ടയത്ത് നടത്തിയ പ്രസംഗം താങ്കൾ കേട്ടുവല്ലോ. അതിൽ ഒരു മുന്നറിയിപ്പുണ്ട്, ഒരു താക്കീതുണ്ട്, ഒരു ശകാരമുണ്ട്. തന്നെയുമല്ല, ഈ നിലയിൽ മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കലിന് സർക്കാരിന്റെ പിന്തുണ ഉണ്ടാവില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുമുണ്ട്. ആരോട് ചോദിച്ചിട്ടാണ് ഈ കുരിശ് നീക്കം ചെയ്യാൻ അവിടുത്തെ റവന്യൂ ഉദ്യോഗസ്ഥർ തീരുമാനിച്ചത്? ഇത് മുഖ്യമന്ത്രിയുമായി ആലോചിച്ചിട്ടാണോ ഈ നടപടി? എന്തിനാണ് ഈ രീതിയിൽ ഒരു പ്രകോപനം സൃഷ്ടിച്ചതെന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരോട്. CPI എങ്ങനെ പ്രതികരിക്കും? ഇതെങ്ങനെയാണ് ഈ നിലയിൽ മുഖ്യമന്ത്രിക്ക് പറയാൻ ഇടവന്നതെന്നാണ് താങ്കൾ കരുതുന്നത്? മുഖ്യമന്ത്രിയുടെ തന്നെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥന്മാരുടെ ജനപ്രതിനിധികളുടെ യോഗത്തിൽ വെച്ചാണ് കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള തീരുമാനമെടുത്തത്. അതിന്റെ മറ്റു കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് റവന്യൂ വകുപ്പാണ്. ആ റവന്യൂ വകുപ്പ് അധികൃതർ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് പാപ്പാത്തി ചോലയിലെ ഈ കുരിശ് നീക്കം ചെയ്യുന്ന നടപടി സ്വീകരിക്കേണ്ടി വന്നത്. 2800 ഏക്കറോളം വരുന്ന സ്ഥലമാണ് പാപ്പാത്തി ചോല. അതിൽ ഏതാണ്ട് 100ഓളം ഏക്കർ സ്ഥലമാണ് ഇവർ കൈവശപ്പെടുത്തിയിരിക്കുന്നത്. ആ കൈവശപ്പെടുത്തിയിരിക്കുന്ന സ്ഥലം സ്ഥിരമായി കൈവശം വയ്ക്കുവാൻ ബാക്കിയുള്ള സ്ഥലം സ്വന്തമാക്കി മാറ്റാൻ വേണ്ടി കണ്ടെത്തിയ ഒരു മാർഗമാണ് ഈ ഭീമാകാരൻ കുരിശ്. നേരത്തെ അവിടെ ചെറിയ കുരിശ വെച്ചിരുന്നത്. ആ കുരിശ് മാറ്റിയിട്ട് ഇത്ര വലിപ്പമുള്ള ഒരു കുരിശ് സമീപകാലത്തെ വെച്ചത്. എന്തിനാണെന്ന് പറയട്ടെ. അപ്പൊ കയ്യേറ്റ ഭൂമിക്ക് ഭൂഷണമാണ് കുരിശ്, കയ്യേറ്റത്തിന് പ്രതീകമാണ് കുരിശ്. കുരിശിനെ കയ്യേറ്റത്തിന് പ്രതീകമാക്കി മാറ്റുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കേണ്ടത് വിശ്വാസികളാണ്. വിശ്വാസികളുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്തിയത് അവിടെ കുരിശ് വെച്ചവരാണ്. കുരിശ് വെച്ചുകൊണ്ട് യേശുവിന്റെ പേരിൽ ആ മഹാത്യാഗത്തെ കച്ചവടക്കാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റുന്ന ജോലിയാണ് അവിടെ ചെയ്തത്. അപമാനകരമായ ആ പ്രവൃത്തിയെ വിശ്വാസ സമൂഹം ഒന്നടങ്കം എതിർക്കുമെന്ന് എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ ഇപ്പോ ആ കുരിശ് മാറ്റിയതിനു ശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് അതിന്റെ എതിർപ്രചരണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സഭാമേലധികാരികൾ അടക്കമുള്ളവർ ആ നടപടി സ്വാഗതം ചെയ്തു, ചില ആളുകളെല്ലാം. വൈകുന്നേരമാണ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷമാണ് KCBCയുടെ ഒരു പ്രതിഷേധ കുറിപ്പ് വന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ നിലയിൽ ഈ പ്രസംഗം നടത്തിയതെന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് പറയുന്നത് അനുചിതമാണ്. ഞാൻ പറയുന്നത് അനുചിതമാണ്. അത് നാളെ ഉന്നതങ്ങളിലെ യോഗമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ചർച്ച ചെയ്യട്ടെ. ഈ കുരിശ് വെച്ചുകൊണ്ട് ആ സ്ഥലം ഒഴിപ്പിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. അത് ഗവൺമെന്റിനെ ഇതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. ആ നടപടി സ്വീകരിച്ചു. ശ്രീ KK ശിവരാമൻ, താങ്കൾ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഞാനത് ചോദിക്കാൻ തുടങ്ങുകയായിരുന്നു താങ്കളോട്. ഇതിൽ ഒരു സഭാ നേതൃത്വവും രാവിലെ റവന്യൂ വകുപ്പ് നടത്തിയ ഈ നടപടിയെ വിമർശിച്ചിട്ടില്ല. സിറോ മലബാർ സഭ അതിനെ പിന്തുണയ്ക്കുന്ന പ്രസ്താവന നൽകുകയും ചെയ്തു. മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ സഭാ വക്താവ് സർക്കാർ നടപടിയെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. KCBCയുടെ പ്രസ്താവന ഇന്ന് വൈകുന്നേരം 7 മണിയോടെ വരുന്നത് കോട്ടയത്ത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് ശേഷമാണ്. ഒരു വിശ്വാസിക്കും ഇല്ലാത്ത തരത്തിൽ ഇതിൽ ഒരു പ്രതിഷേധം CPIMന്റെ ജില്ലാ നേതൃത്വത്തിനുണ്ടായി. അവർ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. മുഖ്യമന്ത്രി ഈ നടപടിയെ പൂർണ്ണമായും തള്ളിപ്പറയുന്നു. അദ്ദേഹം പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഞാൻ ഈ വിവരം അറിയുമ്പോൾ ഞാൻ ധരിച്ചിരുന്നത് ഇത് പൊളിച്ചിരുന്നില്ല, അവിടേക്ക് ആള് പോയിട്ടേ ഉള്ളൂ എന്നാണ്. ഞാൻ അവരോട് പറഞ്ഞത് അവരെ അടിയന്തരമായി തിരിച്ചു വിളിക്കണം, ഒരു ഭീകരാന്തരീക്ഷവും സൃഷ്ടിക്കരുത്, നമുക്ക് ബാക്കി കാര്യങ്ങൾ നാളെ സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. അങ്ങനെ മുഖ്യമന്ത്രി പൂർണ്ണമായും ഇതിനെ തള്ളിപ്പറയുകയാണ്. ഒരു വിശ്വാസിക്ക് പോലും ഇല്ലാത്ത പ്രതിഷേധം CPIMന്, KK ജയചന്ദ്രന്, S രാജേന്ദ്രന്, അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എങ്ങനെ ഉണ്ടായി എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, അത് പറയാൻ എനിക്കിപ്പോ കഴിയുന്നില്ല. അദ്ദേഹം, എന്റെ വിനയപൂർവമായ അഭിപ്രായം, അദ്ദേഹം ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുകയല്ല, റവന്യൂ വകുപ്പ് മന്ത്രിയെ വിളിക്കുകയാണ് ചെയ്യേണ്ടത്. മന്ത്രിയോടാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടിയിരുന്നത്. അത് ചെയ്യാതെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് അദ്ദേഹം ഈ നിലയിൽ ശാസിച്ചത് എന്തുകൊണ്ടാണ് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്. എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും പറയാൻ കഴിയുന്നില്ല.
ഇതിപ്പോൾ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് CPI ആണല്ലോ. CPIയുടെ ഒരു മന്ത്രി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനമല്ലല്ലോ നടപ്പാക്കുന്നത്. ഇടതുമുന്നണി ഗവൺമെന്റിന്റെ പ്രഖ്യാപിത നിലപാട് നടപ്പാക്കുകയാണ് മൂന്നാറിൽ ചെയ്യുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ശ്രീ കാനം രാജേന്ദ്രൻ ആവർത്തിച്ചു പറയുകയായിരുന്നു. അങ്ങനെ ഇടതുമുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഇടതുമുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ നടപടികൾ നയങ്ങൾ നടപ്പാക്കുമ്പോൾ ഈ നിലയിൽ അതിനോട് പ്രതികരിച്ചാൽ എങ്ങനെ മൂന്നാറിലെ ഈ ഒഴിപ്പിക്കൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസ്താവനയോടുകൂടി മൂന്നാറിൽ ഇനി 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ റവന്യൂ വകുപ്പിന് കഴിയാത്ത സാഹചര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനങ്ങനെ കരുതുന്നില്ല. ഒഴിപ്പിക്കൽ നടപടി ഒഴിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പാളിച്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പരിശോധിക്കണം. തിരുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തിരുത്തണം. ആ കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. അതിനുള്ള മാർഗങ്ങളുണ്ട്. അത് എങ്ങനെ ചെയ്യാം എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട്. അങ്ങനെ ചെയ്തുകൊണ്ട് ഒഴിപ്പിക്കൽ നടപടികളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയേണ്ടതാണ്. അത് കഴിഞ്ഞില്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ സ്വന്തം നയങ്ങളിൽ മായം ചേർക്കുന്നുവെന്നും നിക്ഷിപ്ത താല്പര്യക്കാർക്ക് കീഴടങ്ങുന്നുവെന്നുമായിരിക്കും അതിനർത്ഥം. ഒരു ചോദ്യം കൂടി ശ്രീ KK ശിവരാമൻ. ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന മുഴുവൻ വിവരങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ചാൽ അവിടെ CPIഎമ്മിന്റെ നേതാക്കൾക്കല്ലാതെ മറ്റാർക്കും ഇതിൽ എതിർപ്പുണ്ടെന്ന് തോന്നുന്നില്ല. കോൺഗ്രസിന്റെ നേതാവ് DCC പ്രസിഡന്റ് പറഞ്ഞത് അതിൽ ഈ കുരിശ് ആണോ ആദ്യം നീക്കം ചെയ്യേണ്ടിയിരുന്നത് അതോ മറ്റു വൻകിട കയ്യേറ്റങ്ങളായിരുന്നില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു. MM ഹസൻ KPCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതലയുള്ള ഹസൻ പറഞ്ഞത് ഞങ്ങൾ അവിടുത്തെ സബ് കളക്ടർക്ക് പിന്തുണ നൽകുകയാണ്, റവന്യൂ ഉദ്യോഗസ്ഥരോടൊപ്പം ഞങ്ങൾ ഉണ്ട്, അവർക്ക് പിന്തുണ നൽകുകയാണ് എന്നാണ്. ഇതിൽ പിന്തുണ നൽകേണ്ടുന്ന യഥാർത്ഥ പങ്കാളി CPIഎമ്മിന്റെ പിന്തുണ ഈ വിഷയത്തിൽ ലഭിക്കുന്നില്ല എന്നതിൽ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന CPIക്ക് അമർഷമോ പ്രതിഷേധമോ ദുഃഖമോ ഉണ്ടോ? ഇല്ല, ഇവിടെ അമർഷത്തിന്റെയും പ്രതിഷേധത്തിന്റെയും ദുഃഖത്തിന്റെയും കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ തീരുമാനമാണ്. LDF മുന്നണി ചർച്ച ചെയ്തെടുത്ത തീരുമാനമാണ്. ആ തീരുമാനമാണ് നടപ്പാക്കുന്നത്. അങ്ങനെ നടപ്പാക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള മാർഗങ്ങളുമുണ്ട്. ആ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. പരസ്യമായിട്ട് ഒഴിപ്പിക്കാൻ, പ്രത്യേകിച്ച് 2800ഓളം ഏക്കർ വരുന്ന പ്രദേശത്തെ ആ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി സ്വീകരിക്കുമ്പോൾ എന്തിന്റെ പേരിലാണെങ്കിലും അതിനെ തടസ്സപ്പെടുത്തുന്ന സമീപനം ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഞാൻ താങ്കളിലേക്ക് വരാം. ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം. ഈ ചർച്ചയിൽ ഉടനീളം താങ്കൾ ഇതിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. ദയവായി തുടരണം. ശ്രീ ആർ നീലകണ്ഠൻ, ഇവിടെ ഇപ്പോൾ VS അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് മൂന്നാറിലെ ദൗത്യ സംഘത്തിന് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതിരുന്നത് പാർട്ടി ഓഫീസുകളിൽ കയറി അത് കയ്യേറ്റം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നു. കയ്യേറ്റമുണ്ടെങ്കിൽ അവിടെയും നടപടിയെടുക്കുമെന്ന് പറയുന്നു. അവിടെ വലിയ പ്രതിഷേധമുണ്ടായി. ഇവിടെ ഇപ്പോൾ തുടക്കത്തിൽ തന്നെ ഇന്ന് ഒരു മലയുടെ മുകളിൽ വെച്ചിരുന്ന കുരിശ് നീക്കിയതോടുകൂടി ഇതിൽ എന്നാൽ വിശ്വാസ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ഉണ്ടാകുമെന്ന് ആശങ്കപ്പെട്ടുവെങ്കിൽ ഒരു തരത്തിലുള്ള പ്രതിഷേധവും ഉണ്ടായില്ല. CPIഎം അതിൽ വലിയ പ്രതിഷേധം കാണുന്നു. ഈ സർക്കാർ കുരിശിനെതിരാണെന്ന ഒരു പ്രതീതി സൃഷ്ടിക്കാൻ നിങ്ങൾ ശ്രമിച്ചു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി പറയുന്നു. ഇതിലെ ഉദ്യോഗസ്ഥരെ അദ്ദേഹം ശാസിക്കുന്നു. തിരുവനന്തപുരത്ത് നാളെ യോഗം വിളിച്ചിട്ടുണ്ട്, ഇത് വളരെ ഗൗരവമായി കാണുമെന്ന് പറയുന്നു. താങ്കൾക്ക് തോന്നുന്നുണ്ടോ ഈ നടപടി ഈ സംഘത്തിന്, ഈ റവന്യൂ വകുപ്പിന് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന്? ശ്രീറാം വെങ്കിട്ടരാമൻ ഈ നടപടി ആരംഭിച്ച സമയം മുതൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വിലങ്ങുതടിയായി നിൽക്കുന്നത് സാക്ഷാൽ CPM ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. CPM മാത്രമാണ് പരസ്യമായി വന്ന് അദ്ദേഹത്തിന് വിഘാതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീറാം വെങ്കിട്ടരാമനുമായി ഞാൻ നേരിട്ട് സംസാരിച്ച ആളാണ്. അദ്ദേഹം വളരെ നിയമപരമായി തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന് റവന്യൂ വകുപ്പിൻ്റെ പിന്തുണയുണ്ട്, അദ്ദേഹത്തിന് സംവിധാനങ്ങളുടെ പിന്തുണയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് പോലീസ് പോരാ, അങ്ങനെ ചില അഭിപ്രായങ്ങളുണ്ട്. അതൊക്കെ കൂട്ടിക്കൊടുത്തു. ഉദ്യോഗസ്ഥന്മാരുടെ കുറവുണ്ട്, അത് മാറ്റിക്കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇത് മുമ്പോട്ട് പോകാൻ ഏക തടസ്സം CPM ആണ്. ഇപ്പോൾ കുരിശിൻ്റെ കാര്യം പറഞ്ഞു. ഇന്ന് വരെ ഇപ്പോൾ കുരിശ് ഇതുപോലെ ഒരു അനധികൃതമായ സ്ഥലത്ത് വച്ചാൽ അതിനൊരു പുണ്യ സ്ഥാനത്തല്ല, പുണ്യം അതിനില്ല. മറിച്ച് അത് പവിത്രമാണ്, ത്യാഗത്തിൻ്റെയും അതുപോലെയുള്ള കരുണയുടെയും ചിഹ്നമാണ് എന്നാണ് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അത് അസ്ഥാനത്തിരുന്നാൽ ആ മൂല്യങ്ങൾ അതിനില്ലാതാവുന്നു. അത് അവിടുന്ന് മാറുക തന്നെ വേണം എന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം ഇന്ന് പ്രതികരിച്ചത്. ഒരു വിശ്വാസിക്കും അതിലൊരു പ്രശ്നവും ഉണ്ടായില്ല. പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹം ഇതുവരെ ഒരു ഡുവൽ റോൾ കളിക്കുകയായിരുന്നു. ലോക്കൽ CPMകാർ മാത്രമാണ് എതിര് എന്ന രൂപത്തിലാണ് പലപ്പോഴും നമുക്കൊരു ചിത്രം കിട്ടിയിരുന്നത്. ശ്രീറാം വെങ്കിട്ടരാമനും അദ്ദേഹത്തിൻ്റെ സംഘത്തിനും കളക്ടർക്കുമൊക്കെ വലിയ പിന്തുണ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന രൂപത്തിൽ ഒരു പ്രചരണമുണ്ടായിരുന്നു.
പക്ഷെ ഇപ്പം നമ്മളെന്നത് കണ്ടു. തനി നിറം ഇപ്പോൾ പുറത്തു വന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു കുരിശാണ് പ്രശ്നം. അതുപോലെ 144 പ്രഖ്യാപിച്ചത് ഇത് ആദ്യമായി ചെയ്ത കാര്യമല്ല. കേരളത്തിൽ തന്നെ വിജയകുമാരെ നമുക്ക് ഓർമ്മയുണ്ടാവും, മതികെട്ടാനിലടക്കം പല പ്രാവശ്യം, മതികെട്ടാനിലും അതുപോലെ പല സ്ഥലത്തും പൂപ്പാറയിലും ഒക്കെ കുരിശ് നീക്കിയിട്ടുണ്ട്. കട്ടപ്പനയിൽ ശൂലം മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യമാണ്. ഇതിലിപ്പോൾ ഇത്ര ഒരു അത്ഭുതമൊന്നുമില്ല. അതുകൊണ്ട് വിശ്വാസികളുടെ മറ പിടിച്ച് വിജയകുമാർ നേരത്തെ സൂചിപ്പിച്ച VS-ന്റെ കാലത്ത് എങ്ങനെ പാർട്ടി ഓഫീസിൽ ഉപയോഗിച്ചുവോ അത് ഒരുപക്ഷെ ഇപ്പം നടക്കില്ല. അതിന് പകരം കുരിശുമായിട്ട് വന്നിരിക്കുക. ഈ കുരിശൊന്നും കണ്ട് ഇതിപ്പോൾ ഒരു എന്താ പറയുക, വഴിതടയുന്ന കുരിശാണ്. അല്ലാണ്ട് ത്യാഗത്തിൻ്റെയും കരുണയുടെയും ഒന്നും കുരിശല്ല, സ്വാർത്ഥതയുടെ കുരിശാണ്. അതുകൊണ്ട് ഇതൊന്നും കാണിച്ച ആളുകളെ പേടിപ്പിക്കരുത്. പക്ഷേ ഭയപ്പെടേണ്ടത് മറ്റൊന്നാണ്. എന്തൊക്കെ സഖാവ് ശിവരാമൻ ഉറപ്പിച്ച് പറഞ്ഞാലും, എന്തൊക്കെ ചന്ദ്രശേഖരൻ മന്ത്രി പറഞ്ഞാലും, ഞാൻ വിചാരിക്കുന്നത് ഇത് ബ്ലോക്കായി എന്ന് തന്നെയാണ്. ഇനി മുമ്പോട്ട് പോകില്ല എന്ന ഭീതി എനിക്കുണ്ട്. കാരണം ഇതിന് കാത്തു നിൽക്കുന്ന വലിയ ലോബി. VS-ന്റെ കാലത്ത് 1000 റിസോർട്ടുകളാണെങ്കിൽ ഇപ്പോൾ 2000-ത്തിലധികം റിസോർട്ടുകൾ അവിടെയുണ്ട്. അവിടേക്കാണ് ഈ JCB നീങ്ങുന്നത് എന്ന് പറയുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞ 2 തെറ്റുകളുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞു ബോർഡ് വെച്ചാൽ പോരെ. VS അച്യുതാനന്ദന്റെ കാലത്ത് 17,000 ഏക്കറിന് ബോർഡ് വെച്ച ബോർഡ് ഇപ്പൊ എവിടെയുള്ളതെന്ന് ആർക്കും അറിയില്ല. ആ ബോർഡ് എടുത്തു മാറ്റാനൊന്നും ആർക്കാ പാടുള്ളത്? തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കാലത്ത് ജെണ്ട ഇടും എന്ന് പറഞ്ഞു. ജെണ്ട ഇട്ടോ, ഇപ്പൊ ജെണ്ട ഞാൻ നോക്കിയിട്ടൊന്നും അവിടെ ജെണ്ടയും കണ്ടില്ല. അപ്പോൾ രണ്ടാമത്, ഈ സമയത്തുള്ള മുഖ്യമന്ത്രിയുടെ കമന്റ് നിങ്ങൾ മുമ്പോട്ട് പോകരുത് എന്ന് തന്നെയാണ് സൂചന എന്ന് ഞാൻ ഭയക്കുന്നു. അതല്ലെങ്കിൽ നാളെ അദ്ദേഹം പറയണം. അല്ലെങ്കിൽ ഈ പറയുന്ന രാമായണം ഇവർ സംസ്കൃതം പറയാറുണ്ട്. അതായത് ഞങ്ങളെല്ലാം കയ്യേറ്റത്തിനെതിരല്ലാതെ ആരും ഇപ്പോൾ ഈ കേരളത്തിലില്ല. കയ്യേറ്റക്കാരും കയ്യേറ്റത്തിനെതിരാണ്. പക്ഷെ ഞങ്ങളുടെ ഒഴിച്ച് ബാക്കി കയ്യേറ്റമൊക്കെ എടുത്താൽ മതി എന്നാ. അത് കേരളം അറിഞ്ഞിരിക്കുന്നു. തുറന്നു കാട്ടപ്പെടുകയാണ് മുഖ്യമന്ത്രി ഇവിടെ. ഞാൻ വരാം. ശ്രീ S. രാജേന്ദ്രൻ MLA, താങ്കൾ അല്ലെങ്കിൽ CPIM എന്തുകൊണ്ടാണ് ഇന്നത്തെ നടപടിയെ ഇത്ര കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത്? ഇവർക്ക് ഈ കുരിശ് അവിടെ വെച്ചു എന്ന് പറയുന്ന കൂട്ടർക്ക് അവിടെ റവന്യൂ വകുപ്പ് നോട്ടീസ് കൊടുത്തിരുന്നു. 3 തവണ നോട്ടീസ് കൊടുത്തിരുന്നു. അവർ മറുപടി നൽകിയില്ല. അവരോട് നിങ്ങളത് എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു. അവർ മാറ്റിയില്ല. അവർ ഈ റവന്യൂ സംഘത്തെ ധിക്കരിക്കുകയായിരുന്നു ചെയ്തത്. സ്വാഭാവികമായും ഒരു നടപടി എന്നത് അവർ ക്ഷണിച്ചു വരുത്തിയതല്ലേ? അതിനെ ഈ നിലയിൽ ഇത്ര കണ്ട് വിമർശിക്കേണ്ടുന്ന എന്ത് സാഹചര്യമാണ് അവിടെ ഉള്ളത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇക്കാര്യത്തിൽ ഈ ചർച്ചയിൽ വിഷയങ്ങൾ വരൾച്ചയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഇല്ലാതെ പോകുന്ന ആളുകളെ വീണ്ടും വീണ്ടും ചർച്ച തൊഴിലാളികളായി ക്ഷണിക്കരുത്. ശ്രീ നീലകണ്ഠൻ അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടു. ഇവിടെ ഒരു വാക്കാണ് പ്രധാനം. എന്താണ്? കുരിശ് നീക്കം ചെയ്യാം, മാറ്റാം, ഭൂമി തിരിച്ചു പിടിക്കാം. ഇവിടെ കാണിച്ചതുപോലെ രണ്ടാമത് പൊളിച്ച ഷെഡ് ആദ്യം പൊളിപ്പിക്കാം. അതൊക്കെ ചെയ്യായിരുന്നു. രാവിലെ ആളുകൾ ദൃശ്യമാധ്യമങ്ങളിൽ ആദ്യം കാണുന്ന ഒരു കാഴ്ച അടിക്കുകയും പൊളിക്കലുമാണ്. അടിക്കാനും പൊളിക്കാനും ഒരുപാട് വിശ്വാസികൾ ഈ ലോകത്തെങ്ങും കുരിശ് ചുമക്കുകയും അതിനെ പ്രാർത്ഥിക്കുകയും അങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന, ചിന്തയിൽ കൊണ്ട് നടക്കുന്ന ഒരു സിമ്പലായതിനോട് അവമാനിച്ചു എന്നുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ കയ്യേറ്റം അതുമായി പൊരുത്തപ്പെടുത്തേണ്ട കാര്യമില്ല. എന്തോരം കയ്യേറ്റം ഈ പറഞ്ഞ പോലെയുണ്ട്. VS-ന്റെ കാലത്തുള്ളത് ബോർഡ്, അതിൻ്റെ കല്ല് ഞങ്ങൾ കാണിച്ചു തരാം. അതിനുശേഷം തിരുവഞ്ചൂരും ഞങ്ങളും വെച്ച കല്ല് ബോർഡും ഇപ്പോഴും കാണിച്ചു തരാം. ഇതൊന്നും മൂന്നാറിലുള്ള ആളുകളോടോ അല്ലെങ്കിൽ മറ്റു പ്രദേശത്തുള്ള ആളുകളെ ചർച്ചയ്ക്ക് വിളിച്ചാൽ ഇവിടെയുള്ള പ്രശ്നം, പട്ടയ പ്രശ്നം, വീട് കിട്ടേണ്ടത്, ഭൂമി കിട്ടേണ്ടത്, കൊടുത്ത ഭൂമി, ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനും അതിനുവേണ്ടി സമയം കണ്ടെത്താനും കഴിഞ്ഞ 27-ൽ മുഖ്യമന്ത്രി തീരുമാനിച്ചു. പറഞ്ഞതിന് ശേഷം 27-ാം തീയതി വൈകിട്ട് മുതൽ കൂലിക്ക് ചർച്ചയ്ക്ക് വരുന്ന ആളുകൾ ഉൾപ്പെടെ ചില ദൃശ്യമാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണത്തിൽ ഈ സമയം കളയുകയും ഇതിനുവേണ്ടി ചർച്ച സംഘടിപ്പിക്കുകയും ഈ ജനത്തിന് ഗുണം കിട്ടാതെ പോകാൻ സമയം കളയാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഇത്ര വലിയ പ്രഗത്ഭനാണ് വെങ്കട്ടരാമൻ IAS എങ്കിൽ എന്തുകൊണ്ട് ഈ കുരിശ് ഒഴിവാക്കിക്കൊണ്ട് അവിടെ നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് നിയമം ലംഘിച്ചാൽ വളരെ ശിക്ഷണ നടപടി അപ്പം തന്നെ
നമ്മുടെ ജാമ്യം കിട്ടാത്ത വകുപ്പിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒട്ടനവധി നിയമ നടപടികൾ ഉള്ളപ്പോൾ എന്തുകൊണ്ട് അങ്ങേര് തന്നെയാണ് ഈ ദൗത്യത്തെ പൊളിക്കുന്നത്? IAS-കാരൻ ആയ വെങ്കട്ടരാമനാണ് ഇനി കയ്യേറ്റത്തിന്റെ നടപടി സ്വീകരിക്കരുത് എന്ന് പൊളിക്കാൻ ആദ്യത്തെ നടപടി സ്വീകരിച്ചത് എന്ന് പറഞ്ഞാൽ അത് അധികപ്പറ്റല്ല. അപ്പം ഈ നിലയിൽ രണ്ട് കാര്യങ്ങളായി കാണണം. മൂന്നാമത്തത്, ഭൂമി കയ്യേറ്റം ഒളിക്കുന്നതിന് ഞങ്ങൾ ആരെങ്കിലും എതിരായോ? പക്ഷേ കുടിയേറി താമസിക്കുന്ന ആളുകളെ അവരെ ഭീഷണിപ്പെടുത്തി ഇന്നലെ ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വീട്ടിൽ പോയി, വീടിന് എന്തിനാണ് സർവേ നടത്തുന്നത്, ഇവിടെ എത്ര പേർക്കാണ് പട്ടയമുള്ളത്, ആ ഭൂമി ശാസ്ത്രവും ജനത്തിൻ്റെതായ ആവശ്യം മനസ്സിലാക്കാതെ മൂന്നാറിലെല്ലാം കയ്യേറ്റമാണെന്ന് പറഞ്ഞാൽ മൂന്നാറിലുള്ള ആളുകൾ എങ്ങോട്ട് പോകണമെന്നാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ ജനിക്കുമ്പോൾ പട്ടയമായിട്ട് വന്നോ? ഇനി മരണപ്പെട്ടു, അവർ പട്ടയഭൂമിയിലാണോ അവർ അടക്കം ചെയ്യുന്നത്? അതൊന്നല്ലല്ലോ. അപ്പം പ്രകൃതിയും മൂന്നാറിലെന്നല്ല, എവിടെയും അർഹതപ്പെട്ടവർക്ക് പട്ടയം കിട്ടണം. കുടിയേറ്റത്തെയും കയ്യേറ്റത്തെയും രണ്ടായി കാണണം. ഇക്കാര്യത്തിലൊന്നും കേരളത്തിലെ ജനങ്ങൾക്ക് ആർക്കും തർക്കമില്ല. ഇവിടെ നമ്മൾ കയ്യേറ്റത്തിന്റെ കാര്യം പറയുമ്പോൾ, വൻകിട കയ്യേറ്റങ്ങളെ പറ്റി പറയുമ്പോൾ കുടിയേറ്റത്തെ അതിന്റെ ഭാഗമാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അതൊരു കീഴ്വഴക്കമായി തുടർന്നു പോകുന്നു. നമ്മൾ കുടിയേറ്റത്തെയും കയ്യേറ്റത്തെയും രണ്ടായി തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് ആ നിലയ്ക്ക് ആ വിഷയത്തെ സമീപിക്കാൻ ഈ ചർച്ചയിൽ ഒരു ഘട്ടത്തിലും ഞങ്ങൾ ശ്രമിക്കുന്നതേയില്ല. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ പറഞ്ഞ ഈ കുരിശിന്റെ പ്രശ്നത്തിൽ ഏതെങ്കിലും ഒരു വിശ്വാസ സമൂഹം, കേരളത്തിലെ സഭകൾ, കത്തോലിക്ക സഭ, സിറോ മലബാർ സഭ, മലങ്കര സഭ, ലത്തീൻ കാത്തോലിക് സഭ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭ അതിൽ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നോ? ഇല്ല. അതിനെ അനുകൂലിക്കുകയാണ് ചെയ്തത്. കയ്യേറി കുരിശ് വെക്കലല്ല ക്രിസ്തീയത എന്ന് തുറന്നു പറയുകയായിരുന്നു ഇവിടുത്തെ ക്രൈസ്തവ സഭകൾ ചെയ്തത്. അതുകൊണ്ട് ആ സഭകളുടെ പേരിൽ ഈ നടപടിയെ തള്ളി പറയേണ്ടുന്ന സാഹചര്യമില്ല. CPM ഒഴികെ, അല്ലെങ്കിൽ KK ജയചന്ദ്രനും S രാജേന്ദ്രനും ഒഴികെ മറ്റാരെങ്കിലും ഈ നടപടിയെ വിമർശിച്ചതായി മാധ്യമങ്ങളിൽ കണ്ടിട്ടേയില്ല. അതുകൊണ്ട് ഇതിൽ വിശ്വാസികൾ വലിയ തോതിൽ വ്രണപ്പെട്ടു എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഇവിടെ വിശ്വാസികൾ എന്തെങ്കിലും വേദനപ്പെട്ടു എന്നുള്ളതല്ല, വിശ്വാസത്തിന്റെ അടയാളമാണ് കുരിശ്. ഇപ്പോൾ മൂന്നാറില് മുസ്ലിം പള്ളിയുടെ നേരെ മേളിൽ ഒരു കുരിശുണ്ട്. ദുഃഖവെള്ളിയിൽ വരുമ്പോൾ ക്രിസ്ത്യാനികൾ കുരിശുമായി മലകയറാറുണ്ട്. അങ്ങനെ വരുന്ന അവരുടെ സമ്പ്രദായ പ്രകാരമുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി ഏതെങ്കിലും കാലത്ത് നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്കറിയാൻ പോകുന്നില്ല. ഇനി അങ്ങനത്തെ ഒരു പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളും വരുന്ന വിമർശനപരമായ കാര്യങ്ങളിലേക്കല്ല ഞാൻ കടക്കാൻ ഉദ്ദേശിച്ചത്. ഞാനിവിടെ പറഞ്ഞു വന്നത്, ആ കുരിശ് എടുക്കുന്നത് നീക്കം ചെയ്യാം, മാറ്റാം, പൊളിക്കരുത്, ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞത് പൊളിക്കരുതായിരുന്നു. എന്താണ് അങ്ങനെ കാണുമ്പോൾ എഴുതിയിടുന്ന അക്ഷരാളുകൾ കാണത്തില്ല, പക്ഷെ ദൃശ്യത്തിൽ കാണുന്നത് പൊളിക്കുകയാണെന്ന്. താങ്കൾ പറഞ്ഞ ഒരു കാര്യം വളരെ പ്രസക്തമാണ്. എന്താണ്? ആർക്കും ഇല്ലാതെ ആശങ്ക. ഞാൻ പറഞ്ഞത് ആരും വേദനപ്പെടുത്തി ഒരു സഭക്കാർ, ഇത് ലോകം മുഴുവനും എല്ലാ വിശ്വാസികൾക്കും, ക്രിസ്തു വിശ്വാസികൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന കുരിശ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട വിശ്വാസമാണ്. ഞങ്ങൾ ഇത് സാമൂഹ്യ വ്യവസ്ഥയിൽ ഏറ്റെടുത്ത് പറഞ്ഞതുകൊണ്ട് മറ്റു പ്രതികരണം ഉണ്ടായില്ല. അല്ലെങ്കിലോ ഞങ്ങളിത് ഏറ്റെടുത്ത് പറയാതിരുന്നുവെങ്കിൽ പിണറായിയുടെ ഗവൺമെന്റിൽ കുരിശാണോ ആദ്യം കിട്ടിയത് പൊളിക്കാൻ? ആദ്യം കിട്ടിയത് കുരിശാണോ പൊളിക്കേണ്ടത്? അപ്പം തൊട്ടടുത്ത് ഷെഡുണ്ട്. ഇവിടെ പറയുന്നത് പോലെ ശ്രീ നീലകണ്ഠൻ അദ്ദേഹം പറയുന്നത് പോലെ അദ്ദേഹത്തെ ഒരു വാദത്തിൽ ഞാൻ യോജിക്കുന്നു. ഇവിടെ വൻകിട തോതിലുണ്ടെങ്കിൽ കണ്ടെത്തിയോ? ആരുടെയൊക്കെയാണ്, എന്തൊക്കെയാണ്? അങ്ങനെയുള്ള ഭൂമികൾ ഏറ്റെടുക്കാൻ എന്തെങ്കിലും ചെയ്തോ? ഇടതുപക്ഷ ഗവൺമെന്റ് വരുമ്പോൾ മാത്രമല്ലേ എല്ലാവരും ഇക്കാര്യത്തിലേക്ക് വളരെ രോഷാകുലമായി കാര്യങ്ങളിലേക്ക് കടക്കുന്നത്? മറ്റ് ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളതെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ? അപ്പം വസ്തുതകൾ ഒരു വശം ഇരിക്കെ IAS ഉള്ള വെങ്കട്ടരാമൻ തന്നെയാണ് കുരിശ് കൊണ്ട് ഈ ദൗത്യം ഇല്ലാതാക്കുവാനുള്ള ശ്രമം തുടർന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരു സംഘർഷവും ഇല്ലാത്ത നിലയിൽ 144 ഉത്തരവ് പ്രഖ്യാപിച്ചു. അങ്ങനെ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി അവിടെ യാതൊരു സംഘർഷവും ഇല്ലാത്ത നിലയിൽ പ്രഖ്യാപിച്ചു. ഇന്ന് ആവശ്യമില്ലാതെ ചർച്ചയുണ്ടാക്കി, ഗവൺമെന്റിനെ അപമാനമുണ്ടാക്കി. ഇന്നുണ്ടായ മുഴുവൻ ചെലവും IAS വെങ്കട്ടരാമന്റെ പേരിൽ നിന്ന് ഈടാക്കേണ്ടതാണ്. ഇതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് കയ്യേറ്റം ഒളിപ്പിക്കണം, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കണം. രാജേന്ദ്രൻ ഇപ്പൊ പറയുന്നത് നിയമവിരുദ്ധമാണ്. കാരണം എങ്ങനെയാണ് ശ്രീറാം വെങ്കിട്ടരാമൻ ഇതിനെ ബാധകമാവുന്നത്? അദ്ദേഹത്തിന്റെ മേൽ കളക്ടറുണ്ട്, റവന്യൂ സെക്രട്ടറി ഉണ്ട്, റവന്യൂ മന്ത്രിയുണ്ട്,
ഇവരൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നടപടി എടുത്തിട്ടുള്ളത്. എന്താണ് ഈ ശ്രീറാം വെങ്കിട്ടരാമനോട് മാത്രം നിങ്ങൾക്ക് വിരോധം? അതിന് നമുക്ക് കാരണമുണ്ട്. മുമ്പ് സുരേഷ് കുമാറിനോട് എടുത്ത അതേ നിലപാട്, അല്ലെങ്കിൽ രാജു നാരായണ സ്വാമിയോട് എടുത്ത നിലപാട് അത് തന്നെയാണ് ഇപ്പോൾ. കാരണം പൊളിക്കാൻ ശേഷിയുള്ള ഒരു കൈ വന്നിരിക്കുന്നു എന്ന ഭയമാണ് നിങ്ങൾക്കുള്ളത്. അതാണ് നിങ്ങൾ വെട്ടുന്നത്. ഇത് കൊള്ളാത്ത ഉദ്യോഗസ്ഥൻ. ഞാൻ ചോദിക്കട്ടെ രാജേന്ദ്രൻ, അവിടെ താങ്കൾ MLA ആയിട്ട് ഇപ്പോൾ കൊല്ലങ്ങളായില്ലേ? ഓരോ വർഷവും മൂന്നാറിൽ കയ്യേറ്റം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ, കുറയല്ലല്ലോ. ഇടതു വന്നാലും വലതു വന്നാലും. എന്തേ നിങ്ങൾ ആരും അത് തടഞ്ഞില്ല? എന്തേ മൂന്നാറിൽ ഒരു കയ്യേറ്റമില്ല എന്ന് താങ്കൾ പറയില്ലല്ലോ? എനിക്കും താങ്കൾക്കും അറിയാവുണ്ടെന്ന്. എത്ര കയ്യേറ്റങ്ങളുണ്ട്? എന്തേ അത് തടയാൻ താങ്കൾക്ക് ഒരു MLA എന്നുള്ള കഴിയാതിരുന്നത്? എന്തുകൊണ്ട് ഇവിടെ മാറി വന്ന ഗവൺമെന്റുകൾക്ക് UDF ആവട്ടെ LDF ആവട്ടെ കഴിയാതിരുന്നത്? ഇവിടെ റവന്യൂ സെക്രട്ടറി ഉണ്ടായിരുന്നു, ഇവിടെ കളക്ടർ ഉണ്ടായിരുന്നു, സബ് കളക്ടറും RD ഒക്കെ ഉണ്ടായിരുന്നു. എന്തേ തൊടാതിരുന്നത്? അദ്ദേഹം ചോദിച്ചു കയ്യേറ്റങ്ങളുടെ പട്ടിക എത്ര എണ്ണമുണ്ട്, എത്ര റിപ്പോർട്ടുകളുണ്ട്? ഏറ്റവും ഒടുവിൽ നിവേദിതാഭികരൻ്റെയും അതുപോലെയുള്ള റിപ്പോർട്ടുകളില്ലേ? എന്തേ? അപ്പോൾ ഇപ്പോൾ ഈ ശ്രീറാം വെങ്കിട്ടരാമൻ്റെ നേരെ പോകുന്നത് കൃത്യമായും ഇതാ ശേഷിയുള്ള ഒരാൾ വന്നിരിക്കുന്നു, നിങ്ങൾ അപകടത്തിലാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഇത് പൈസ ഈടാക്കണം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് സുരേഷ് കുമാറിന് ഈ കേരളത്തിലെ പൊതുസമൂഹം പൈസ പിരിച്ചു കൊടുത്തതാ. അതുപോലെ ശ്രീറാം വെങ്കിട്ടരാമൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നു, അങ്ങനെ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം പിരിച്ചു കൊടുക്കും. കാരണം ഈ കാണുന്ന കാഴ്ചക്കാർ മുഴുവൻ പിരിച്ചു കൊടുക്കുമെന്ന് ഞാൻ ഉറപ്പു പറയുന്നു. ശ്രീ S. രാജേന്ദ്രൻ, ഒരു രാഷ്ട്രീയ സമവായം ഉണ്ടാകുന്നത് വരെ മൂന്നാറിൽ നടപടികളെ പാടില്ല എന്ന് ശഠിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ വിഷയത്തിൽ ഒരു രാഷ്ട്രീയ സമവായം ഉണ്ടാകില്ല എന്ന് ആരെക്കാട്ടിലും നന്നായി അറിയാവുന്നയാളാണ് താങ്കൾ. അവിടെ കയ്യേറ്റം ഒഴിപ്പിക്കൽ ഈ നിലയിലേ നടക്കുള്ളൂ. അവിടെ ഇനിയിപ്പോൾ ഗവൺമെന്റ് ഭൂമിയാണ് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചാൽ ഒരാഴ്ച, ഒരു മാസത്തിൽ കൂടുതൽ ആ ബോർഡ് അവിടെ ഇരിക്കില്ല എന്ന് താങ്കൾക്ക് നന്നായി അറിയാം. VS അച്യുതാനന്ദൻ അവിടെ എടുത്തു വെച്ച ബോർഡുകളൊക്കെ എവിടെയുണ്ട് ഇപ്പോൾ? അപ്പോൾ ബോർഡ് വെച്ച് ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ദുർബലമായ ഒരു വാദഗതിയാണ്? ഇവിടെ ഭൂമി ഏറ്റെടുത്ത് വെച്ചിട്ടുള്ള ബോർഡുകളെല്ലാം അതേ രൂപത്തിലുണ്ട്. 40,000 തോട്ടം തൊഴിലാളികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് 10,000 തോട്ടം തൊഴിലാളിയാണ്. ആ കുടുംബങ്ങളിൽ അനുബന്ധമായി വന്നിട്ടുള്ള തലമുറകൾ ഇപ്പോൾ ജീവിക്കുന്നത് മൂന്നാർ പട്ടണം വിനോദസഞ്ചാരികളുമാണ്. ഇവിടെ ഹോട്ടലോ റൂമോ എന്തെങ്കിലും ഗസ്റ്റോ പണിതിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ പെർമിറ്റ് വാങ്ങിച്ചിട്ടാണ്, ഹൈക്കോടതിയുടെ അനുവാദത്തോടു കൂടിയാണ്. മൂന്നാർക്കാർക്ക് ആർക്കും ബഹുനില കെട്ടിടങ്ങളില്ല. അങ്ങനെ ബഹുനില കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ പൊളിക്കൽ എന്നുള്ള വാക്ക് ഒഴിവാക്കി ഗവൺമെന്റ് ഏറ്റെടുക്കാം. അക്കാര്യത്തിലെല്ലാം ഞങ്ങൾക്ക് യോജിപ്പാണ്. മറിച്ച് ആവശ്യമില്ലാതെ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഒഴിവാക്കുക. ഞാൻ പറയുന്നത് ഏറ്റെടുത്താൽ ഇവിടെ ഇപ്പോൾ ജോലി എസ്റ്റേറ്റിൽ തോട്ടം തൊഴിലാളികൾ ജോലിയില്ലാത്തവർ ഇപ്പോൾ ഹോട്ടലിലല്ലേ ബാക്കി മേശ തുടയ്ക്കുന്നു, പാത്രം തേക്കുന്നു, അല്ലെങ്കിൽ അവിടെ റൂംബായി നിൽക്കുന്നു, അല്ലെ മാനേജറായി നിൽക്കുന്നു, ഫ്രണ്ട് ഓഫീസിൽ നിൽക്കുന്നു. ഇത്തരത്തിലുള്ള തൊഴിലവസരം ഉൾപ്പെടെയുള്ളവരെ സംരക്ഷിക്കുവാൻ വേണ്ടി ഏറ്റെടുത്ത വീട് വെക്കാൻ അവർക്ക് കൊടുക്കണം. ഈ അർത്ഥത്തിലാണ് പോകേണ്ടത്. ഒരു നിയമലംഘനത്തിന് വേറൊരു നിയമലംഘനം കൊണ്ട് എങ്ങനെയാണ് ശ്രീ S. രാജേന്ദ്രൻ മറുപടി പറയുക? ഇത് സ്വകാര്യ വ്യക്തികൾ നടത്തുന്ന നിയമലംഘനത്തെ ആ ഭൂമിയിലെ കെട്ടിടം സർക്കാർ ഏറ്റെടുത്ത് അതേ നിയമലംഘനം തുടർന്നു കൊള്ളണമെന്നാണ് താങ്കൾ പറയുന്നത്? ഞാൻ പറഞ്ഞത് ഇതിനു മുമ്പ് കെട്ടിടം ഉണ്ടാക്കിയപ്പോൾ ഈ ഇരിക്കുന്ന എല്ലാവരും നിയമപാലകരും സകല ആളുകളും ഉണ്ടായിരുന്നല്ലോ. ഞങ്ങൾക്കൊന്നും ഈ പറഞ്ഞതിന് അധികാരമുണ്ട് എന്ന് പറയുന്ന അവസരത്തിലാണേലും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥന്മാരുണ്ട്, പഞ്ചായത്തുണ്ട്, റവന്യൂ ഉണ്ട്. ഒരു കോടതിയുടെ ഉത്തരവില്ലാതെ ഇവിടെ പണിത ഏതെങ്കിലും കെട്ടിടമുണ്ടോ? പറയാനൊക്കുക? ഞാൻ അത് ചാലഞ്ച് ചെയ്യാം. അപ്പോൾ നിയമപരമായി കോടതി വിധി സമ്പാദിച്ചിട്ട് കെട്ടിടം പണിയുന്നതിന്റെ ഞങ്ങൾ ആരും ഒരു ഉത്തരവാദികളല്ല. ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ പുറപ്പെടുവിച്ച ചരിത്ര പ്രസിദ്ധമായ ഹൈക്കോടതിയുടെ ഉത്തരവ് പരിശോധിക്കണം. നിങ്ങൾക്ക് ഉണ്ടായ നഷ്ടത്തെക്കാൾ എത്രയോ പ്രധാനമാണ് മൂന്നാറിലെ പരിസ്ഥിതി എന്ന് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ ഹൈക്കോടതി ഉത്തരവിൽ വളരെ ഭംഗിയായി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ പൊളിക്കുന്നതിന് കോടതി എതിരായിരുന്നില്ല. എതിരായ 2 കേസുകളുടെ വിധി സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുകയാണ്. പൊളിക്കുന്നതിനെ ഹൈക്കോടതി എതിർത്തിട്ടില്ല. നിയമപരമായി തെറ്റാണെങ്കിൽ, നിയമപരമായി തെറ്റായി നിർമ്മിച്ചതാണെങ്കിൽ പൊളിച്ചു കളയണം. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട നിർമ്മാണ കമ്പനിയുടെ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്? അത് ഇല്ലീഗലായി കൺസ്ട്രക്ട് ചെയ്തതുകൊണ്ടാണ്. നിർമ്മാണം പാടില്ലാത്ത ഭൂമിയിൽ നിർമ്മാണം അനുവദിക്കാൻ പാടില്ലല്ലോ.
ആലപ്പുഴ ജില്ലയിലെ 2 പ്രധാന റിസോർട്ടുകൾ പൊളിച്ചു കളയാൻ ആ റിസോർട്ടുകൾ എത്രയോ കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ അല്ല കോടതികൾ നോക്കുന്നത്, അതുണ്ടാക്കുന്ന പരിസ്ഥിതി നാശമാണ് കോടതി ഉണ്ടാക്കുന്നത്. മൂന്നാർ ഇതേ നിലയ്ക്ക് നിന്നു പോകണമെന്ന് താങ്കൾക്കും ആഗ്രഹമുണ്ടല്ലോ. പറയട്ടെ, അവിടെയാണ് ഇപ്പോഴാണ് താങ്കൾ യഥാർത്ഥ പൊസിഷനിൽ വന്ന് എത്തിയിട്ടുള്ളത്. കോടതിയും മാധ്യമവും ഒരു സെറ്റ് പരിസ്ഥിതിക്കാരും എത്തിച്ചേർന്നിട്ടുള്ളത് ഇടുക്കി അടച്ചുപൂട്ടുക. ഇന്നലേക്ക് മൂന്നാറിൽ 5 സ്ഥലത്ത് ആന ഇറങ്ങി. ആരെങ്കിലും ഞങ്ങൾ സംരക്ഷിക്കാനുണ്ടോ? അപ്പൊ ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് വിട്ടു പോകണമെന്നാണ് ഇതിന്റെ അവസാനം പരിസ്ഥിതിക്കാർ ഇതെല്ലാം കൂട്ടിക്കെട്ടി കൊണ്ടുവരുന്നത്. ഞാൻ അതെല്ലാം നിങ്ങൾ എനിക്ക് സമയം തന്നാൽ ഞാൻ സംസാരിക്കാൻ സമയം തരണം, അല്ലെങ്കിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഈ പരിസ്ഥിതിവാദികൾ, ഞാൻ പറഞ്ഞത് അതാണ്, പരിസ്ഥിതിവാദികളുടെ ഭാഗമായിട്ടാണ് ഈ കോടതിയിൽ ഞാൻ നിയമസഭയിൽ പ്രസംഗം നടത്തിയല്ലോ, ഇപ്പോഴും ഉണ്ടല്ലോ. നിയമം കോടതി നോക്കിയില്ലല്ലോ. ഒരു നിവേദ ബീഹാരൻ പറഞ്ഞു എന്നും പറഞ്ഞല്ലേ വിധി പറഞ്ഞത്. ആ വിധി 2010 വന്നല്ലോ. 2016 വരെ വേറെ ഒരു അണക്കവുമില്ലല്ലോ. ആ കോടതി തന്നെയല്ലേ ബഹുനില കെട്ടിടങ്ങൾ പണിയാൻ അനുമതി കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഗവൺമെന്റ് വന്നപ്പോൾ പൊളിക്കണമെന്ന് ഒരു IAS കാരൻ പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുവോ? അങ്ങനെ സമ്മതിക്കത്തില്ല. 27-ാം തീയതി മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഇന്ന് വരെ ഏതെങ്കിലും നിർമ്മാണം നടത്തിയതിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തണം, ലൈസൻസ് ഇല്ലെങ്കിൽ ലൈസൻസ് കൊടുത്തോളണം, പുതിയതായി എന്തെങ്കിലും പ്രശ്നം വരുന്നതിന് പുതിയ നിയമം ഉണ്ടാവണം, പരിസ്ഥിതി സംരക്ഷിക്കണം, കുടിയേറ്റക്കാരെ സംരക്ഷിക്കണം. ഈ 2 കാര്യം വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. കോടിയേരിയുടെ കാലത്താണല്ലോ ഓർഡിനൻസ് കൊണ്ടുവന്നത്. മൂന്നാർ ഏറ്റെടുക്കുകയും അതിന്റെ ഭാഗമായി കോടതി വരികയും അതിൽ താമസിക്കുന്നവർക്ക് അവകാശം കൊടുക്കുകയും പുതിയ കയ്യേറ്റം ഒഴിവാക്കുകയും ചെയ്യുമായിരുന്നല്ലോ. കഴിഞ്ഞ 5 വർഷക്കാലം അക്കാര്യത്തിലല്ലോ. ഞാൻ രാഷ്ട്രീയമായി പറയുന്നതല്ല. ഇത് ഞങ്ങൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതിന്റെ ഭാഗമാണ്. ആനയുടെ കാര്യം ഞങ്ങൾ പറയുന്നത്. ആനയുടെ കാര്യത്തിൽ എനിക്ക് കുറെ പറയാനുണ്ട്. ഞാൻ വരാം. ശ്രീ എസ് രാജേന്ദ്രൻ, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ, ഇക്കാര്യത്തിൽ കോൺഗ്രസിന് ഒരു നിലപാടെടുക്കാൻ കഴിയുന്നില്ലേ? എന്താണ് കോൺഗ്രസിന് പറയാനുള്ളത്? ഈ കുരിശ് നീക്കം ചെയ്തതിൽ അപാകതയുണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ കഴിയുന്നില്ല. എന്നാൽ CPM-ന്റെ നേതാക്കളുടെ വൻകിട കയ്യേറ്റങ്ങൾ അടിയന്തരമായി പൊളിച്ചു നീക്കണം, ഒഴിപ്പിക്കണം, അതിനുശേഷം ബാക്കി മതി എന്ന് താങ്കൾ പറയുന്നു. ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടോ ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ? കോൺഗ്രസിന് നിലപാടെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യം ഇതിൻ്റെ പ്രയോറിറ്റി നിശ്ചയിച്ചതിലാണ്. പ്രയോറിറ്റി നിശ്ചയിച്ചപ്പോൾ മറ്റേതെല്ലാം വലിയ കയ്യേറ്റങ്ങളും വൻകിട കയ്യേറ്റങ്ങളും ഉണ്ടായിരുന്നു, അതിലേക്കൊന്നും പോയില്ല. മറിച്ച് പട്ടാപ്പകൽ നാട്ടുകാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് കുരിശ് പൊളിച്ചു മാറ്റുന്ന സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷേ എന്നാലും കുരിശും അനധികൃതമാണെങ്കിൽ അത് പൊളിച്ചു മാറ്റുന്നതിന് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ആ കാര്യത്തിൽ ശ്രീറാം വെങ്കിട്ടരാമനെ ഞങ്ങൾ ആ കാര്യത്തിൽ പിന്തുണയ്ക്കുകയാണ്. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ വിഷയം അറിഞ്ഞില്ല എന്ന് പറയുന്നത് വെറും മൗഢ്യമാണ്. കാരണം കഴിഞ്ഞ മാസം അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചേർന്ന മീറ്റിങ്ങിനകത്തെടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എവിക്ഷന് വേണ്ടിയുള്ള നിലപാടെടുത്തത്. അതിനുവേണ്ടിയാണ് 7 ദിവസത്തെ നോട്ടീസ് കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനമെടുത്തത്. ആ 7 ദിവസത്തെ നോട്ടീസ് കൊടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ 4:30 തുടങ്ങിയ എവിക്ഷൻ്റെ വിഷയം ആഭ്യന്തര വകുപ്പ് കൂടി ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി അറിഞ്ഞില്ല എന്ന് വൈകുന്നേരം 7 മണിക്ക് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇത് മുഖ്യമന്ത്രിയും CPI അടക്കമുള്ള ആളുകൾ ഇതിൽ നിന്ന് ഒളിച്ചോടാനുള്ള സമീപനം എടുക്കുകയാണ്. കയ്യേറ്റം ഉൾപ്പെടെയുള്ള അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിനുള്ള ശക്തമായ നിലപാടുകൾ ഉണ്ടാവും എന്ന സാഹചര്യം വന്നപ്പോൾ അതിൽ നിന്നും ഒളിച്ചു ഓടാൻ വേണ്ടിയുള്ള സമീപനമാണ് എടുക്കുന്നത്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടങ്ങളിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സംഭാവന വാങ്ങിക്കൊണ്ട് ഇടതുപക്ഷ മുന്നണിയുമായി ഉണ്ടാക്കിയ റിസോർട്ട് മാഫിയയും കയ്യേറ്റ ലോബിയും തമ്മിലുണ്ടാക്കിയ കരാറാണ് ഇവിടെ. ആ കരാറിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ കാര്യത്തെ തമസ്കരിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ കാര്യത്തിൽ ഏറ്റവും പ്രകടമായിട്ടുള്ള CPM-ന്റെ 1 ഡസനോളം ഞാൻ ചോദിക്കുകയാണ്, താങ്കൾക്ക് എണ്ണി പറയാമോ ഏതൊക്കെയാണ് അടിയന്തരമായി ഒഴിപ്പിക്കേണ്ടത്? താങ്കൾക്ക് പറയാം. താങ്കൾക്ക് അറിയാം, അവിടുത്തെ രാഷ്ട്രീയം അറിയാം, അവിടുത്തെ പരിസ്ഥിതി അറിയാം, അവിടുത്തെ ജനജീവിതം അറിയാം, എല്ലാം അറിയാം. താങ്കൾ പറയൂ, ഏതായിരുന്നു ആദ്യം ഒഴിപ്പിക്കേണ്ടത്? അല്ല, സംസ്ഥാന ഗവൺമെന്റ് ഇത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഗവൺമെന്റിന്റെ റവന്യൂ വകുപ്പിന്റെ കയ്യിലുണ്ട്. ഏതൊക്കെയാണ് അതിന് പ്രയോജിച്ചു കൊടുക്കേണ്ടത്, ഏതൊക്കെ കാര്യങ്ങളാണ് പൂർണ്ണമായി കോടതി 1, 2, 3 ഇങ്ങനെ എണ്ണി പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാം. ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ, താങ്കൾ പറയുന്നു CPM നേതാക്കളുടെ വൻകിട നിർമ്മാണങ്ങൾ, അവരുടെ ഭൂമി കയ്യേറ്റത്തെ കുറിച്ചൊക്കെ പറയുന്നു. താങ്കൾക്ക് എണ്ണി പറയാം.
അതെല്ലാം കഴിഞ്ഞ 40 ദിവസക്കാലമായി കേരളത്തിലെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഇത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് നിസ്സംഗത പുലർത്തുന്നത് മുഖ്യമന്ത്രി മാത്രമാണ്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് ഇച്ഛാശക്തി ഉണ്ടോ എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മുമ്പാകെയാണ് ഇന്ന് കുരിശു പൊളിച്ചുകൊണ്ട്, വിശ്വാസത്തിന്റെ പ്രതീകമായിട്ടുള്ള കുരിശു പൊളിച്ചുകൊണ്ട്, ഇത്രയും നാട്ടുകാരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ആ വിശ്വാസത്തിന്റെ പ്രതീകം പൊളിച്ചു കളഞ്ഞതിനെ ഞാൻ എതിർത്തുള്ളൂ. അല്ലാതെ ഈ കയ്യേറ്റ കാര്യങ്ങളെ പൂർണ്ണമായി DCC എതിർത്തു എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. പിണറായി വിജയൻ ഈ കാര്യം, മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഈ കാര്യം അറിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നത് വെറും മൗഢ്യമാണ്. കയ്യേറ്റക്കാരുടെ ഭൂമിയുടെ വിശദ വിവരങ്ങൾ അവരുടെ കയ്യിലുണ്ടല്ലോ. മാധ്യമങ്ങൾ മുഴുവൻ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും കൂടി വരുന്നുണ്ട്. ദയവായി താങ്കൾ തുടരണം. ശ്രീ JR പത്മകുമാർ, ഇപ്പോൾ CR ചൗധരി കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് പരിശോധിച്ച് പഠിച്ചൊരു റിപ്പോർട്ട് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് മൂന്നാർ സംരക്ഷണം സംബന്ധിച്ച്. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് BJP സംസ്ഥാന നേതൃത്വത്തിന് ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ? അദ്ദേഹം അവിടെ സന്ദർശിക്കുകയും റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെന്റ് ഭാഗത്തു നിന്നൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകും. ദുരന്ത നിവാരണ അതോറിറ്റി ആ നിയമത്തിന്റെ പരിധിയിൽ അത് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ആലോചിക്കും. ഇപ്പൊ അത് വരട്ടെ. ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഇപ്പോ ഇബ്രാഹിം കുട്ടി കല്ലാർ ഉരുണ്ട് കളിക്കുകയല്ലേ. യഥാർത്ഥത്തിൽ ഈ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ മൂന്നാറിലെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കുരിശ് മാറ്റിയത് വലിയ എന്തോ അബദ്ധമായി പോയി വിശ്വാസികളുടെ മുമ്പ് വെച്ച് പാടില്ല, ഇരുട്ടത്ത് ചെയ്യണമെന്നാണ് ഇബ്രാഹിം കുട്ടി കല്ലാർ പറയുന്നത്. അവിടെ ഈ കുരിശ് വച്ചപ്പോ ആരുടെയെങ്കിലും അനുവാദം വാങ്ങിയിരുന്നോ? മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു. ഇന്ന് വളരെ വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഈ കുരിശ് വെച്ച സമയത്ത് ആരോടെങ്കിലും അനുവാദം വാങ്ങിച്ചിരുന്നോ? ആരുടെ അനുവാദം വാങ്ങിച്ചില്ലല്ലോ. ഈ കയ്യേറ്റക്കാരുടെ ഒരു കങ്കാണിയായിട്ട് ഇദ്ദേഹം മാറുന്ന എന്തിനാ? അവർക്ക് കൈത്താങ്ങായി മുഖ്യമന്ത്രി മാറുന്ന എന്തിനാ? ഇപ്പൊ യഥാർത്ഥ വസ്തുത പുറത്തു വന്നില്ലേ? യഥാർത്ഥ ഈ ഭൂമാഫിയയുടെ നേതാവ് പിണറായി വിജയനായി മാറി. അവരുടെ ആ പ്രദേശത്തെ നേതാവായി അവിടുത്തെ ജനപ്രതിനിധിയായി മാറി. അവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ മാറിയിട്ടുണ്ട്. ഈ അവിടെ എന്താ നടന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. 2-3 പ്രാവശ്യം നോട്ടീസ് കൊടുത്തു. എന്നിട്ട് ഈ സ്പിരിറ്റ് ഓഫ് ജീസസ് എന്ന് പറയുന്ന സംഘടന പറഞ്ഞു ഇതിന്റെ പിതൃത്വം അവരെ ഏറ്റെടുത്തില്ല, ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞു. അതിനുശേഷമല്ലേ ജില്ലാ ഭരണകൂടം നടപടിയുമായി മുന്നോട്ട് പോയത്. നമ്മൾ കണ്ടല്ലോ, ഈ വിഷ്വലിൽ നിന്ന് കണ്ടല്ലോ എന്തെല്ലാം സന്നാഹങ്ങളാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. അടുത്ത കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട്, നിർമ്മാണ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ ഒരുക്കൂട്ടിയിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാതെ വെറുതെ ഈ കുരിശിന്റെ പേര് പറഞ്ഞുകൊണ്ട്, വിശ്വാസത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് 2000 ഏക്കർ പൊതു മുതൽ കൊള്ളയടിക്കാനുള്ള ഈ നടപടിയെ പിന്തുണയ്ക്കുന്ന ഈ ഇബ്രാഹിം കുട്ടി കല്ലാർ ഉൾപ്പെടെ, അതുപോലെ രാജേന്ദ്രൻ ഉൾപ്പെടെ ആളുകളാണ് പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കേണ്ടത്. അവിടെ വിശ്വാസം എന്താ വിശ്വാസം? അവിടുത്തെ ഒരു സഭ വളരെ വ്യക്തമായിട്ട് ഗിഗോറിയസ് കാർലൂയിസ് ആണെന്ന് തോന്നുന്നു, അദ്ദേഹം പറഞ്ഞു ഇത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ഈ അധികൃതമായി ഭൂമി അതിനെ കയ്യേറുന്നതിന് കുരിശ് ഉപയോഗിക്കുന്നത് എടുത്തു മാറ്റിയത് ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനെ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത്? പൊതു സ്വത്തിനെ സംരക്ഷിക്കുകയല്ലേ ഈ ജനപ്രതിനിധികൾ ചെയ്യേണ്ടത്, രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ ഇപ്പം മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ള പ്രസ്താവന ഈ പൊതുസമൂഹത്തോട് കാണിച്ചിട്ടുള്ള ഏറ്റവും വലിയ അവഗണനയാണ്, അപരാധമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ CR ചൗധരി എന്ന കേന്ദ്രമന്ത്രി ഇവിടെ വന്ന് പഠിച്ചു പോവുകയും ചെയ്തു. ഇവിടുത്തെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, CPM-ന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതാക്കൾ ഇതിൽ നടപടി എടുക്കുന്നില്ലെങ്കിൽ കേന്ദ്രത്തിന് ഇടപെടാൻ വല്ല സാധ്യതയും ഉണ്ടോ എന്ന് പരിശോധിക്കെങ്കിലും വേണ്ടേ? അല്ല, അത് പരിശോധിക്കുമ്പോൾ തന്നെ ചെയ്യുമല്ലോ. ഇത് ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ്. ആകെ കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റുന്ന ഒരേ ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദുരന്ത നിവാരണ വകുപ്പും അതിന്റെ നടപടിയുമായി ബന്ധപ്പെട്ട് അവിടെ ഇപ്പൊ ഉത്തരാഖണ്ഡിൽ ഉണ്ടായ പ്രകൃതിക്ഷോഭം ഉണ്ടാകുമെന്നുള്ള നിലയിൽ സംസ്ഥാന ഗവൺമെന്റിന് ചില നിർദ്ദേശങ്ങൾ വയ്ക്കാനേ കഴിയൂ. അല്ല, സെൻട്രൽ ഗവൺമെന്റ് കഴിയില്ലല്ലോ. ഞാൻ ഒരു കാര്യം കൂടി പറയാൻ എന്നെ അവസരം തരണം. ഈ S രാജേന്ദ്രൻ പറഞ്ഞല്ലോ വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, കുരിശിന്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞല്ലോ. ഈ S രാജേന്ദ്രന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഗവിയിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് പോകുന്ന സ്ഥലത്ത് ഫോറസ്റ്റ് വേറൊരു മതസ്ഥാപനം തകർത്തിട്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു കൊടുക്കാം. അവിടെ വിശ്വാസമില്ലേ? ആ മെയിൻ ഗവിയിൽ നിന്ന് വണ്ടിപ്പെരിയാറിലേക്ക് പോകുമ്പോൾ ഒരു ക്ഷേത്രം തകർത്തിട്ടിട്ടുണ്ട്. ആരും എതിർപ്പായി വന്നില്ലല്ലോ.
എതിർപ്പുമായി വന്നില്ലല്ലോ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അത് ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിലേക്ക് വരെ അഗസ്ത്യാർകുടത്തില് സ്ഥാപിച്ച അവിടുത്തെ വിഗ്രഹം തകർത്തിട്ടുണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അവിടെയൊക്കെ വിശ്വാസമുണ്ടല്ലോ, ആരും എതിർത്തില്ലല്ലോ. നിയമവിധേയമായി നിയമം അനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ആരും എതിർക്കാൻ വന്നിട്ടില്ല. അവിടെ വരുമ്പോ ഈ കുരിശിന്റെ മാത്രം വിശ്വാസം പറയുന്നത് കയ്യേറ്റക്കാർക്ക് വേണ്ടിയിട്ടുള്ള സംരക്ഷണമാണ്. നിങ്ങൾ ആലോചിക്കണം, ഇതേ സ്ഥലത്ത് റിസോർട്ടുകളില് നൂറുകണക്കിന് ആളുകളെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ട് ഞായറാഴ്ച ദിവസത്തേക്ക് ഇവിടെ വാഹനത്തിൽ കൊണ്ടുവന്നിറക്കി ആത്മീയ ടൂറിസം എന്ന് പറഞ്ഞുകൊണ്ട് കയ്യേറ്റമാണ് നടത്തുന്നത്. ആ കയ്യേറ്റത്തിന് ഈ ജനപ്രതിനിധികൾ പിന്തുണ കൊടുക്കരുത്. കാരണം ഇവരും ഈ കയ്യേറ്റത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പൊതുജനങ്ങൾക്കറിയാം. പൊതുസമൂഹത്തിന്റെ മുന്നില് പിണറായി വിജയൻ ഇപ്പൊ ഒരു കുരിശായി മാറിയിട്ടുണ്ട്. ഏതായാലും ഈ കയ്യേറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്ന് മാറണം. ഈ ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേക്ക് ഏറിയതിനു ശേഷം അവരെ ഇപ്പോൾ ഈ തൃശ്ശൂരിലെ കുര്യച്ചിറയിലുള്ള ഒരു പ്രയർ ഗ്രൂപ്പാണ് സ്പിരിറ്റ് ഇൻ ജീസസ്. അവര് ഈ ഭൂമിയിൽ കുരിശ് വെക്കുന്നു. അവർ പറയുന്നു അവിടെ കൈവശം, ആ ഭൂമിയുടെ കൈവശം വെച്ചിരിക്കുന്ന ആളിനോട് ചോദിച്ചിട്ട് വെച്ചു എന്ന്. അതിനൊരു കൈവശ രേഖയുമില്ല, ഒരു തുണ്ട് പേപ്പറില്ല. അവർ തന്നെ പറയുന്നത്, അവർ തന്നെ വിശദീകരിക്കുന്നത്, അവര് രാജകുമാരി വില്ലേജിലോ മറ്റോ ഒരു അപേക്ഷ കൊടുത്തത് അവിടുത്തെ വില്ലേജ് രജിസ്റ്ററിലുണ്ട്. അതാണ് അവരുടെ കയ്യിലുള്ള ആകെ ആധികാരിക രേഖ. ആ രജിസ്റ്ററിൽ രേഖപ്പെടുത്തി എന്നുള്ളതിന്റെ ഒരു മറുപടി കിട്ടിയിട്ടുണ്ട് അത്രേ. ഇത് വെച്ച് പട്ടയത്തിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിലനിൽക്കെ ഇത് കയ്യേറ്റമാണ് എന്നത് ആർക്കാണ് മനസ്സിലാവാത്തത്? അവിടെ ഒരു ഷെഡ് കെട്ടി. മൂന്നാറിൽ ആദ്യം ആരും ഒരു പഞ്ചനക്ഷത്ര ഹോട്ടൽ കെട്ടില്ലല്ലോ. ഷെഡ് കെട്ടുന്നു, കുരിശെങ്കിൽ കുരിശ്, ശൂലമെങ്കിൽ ശൂലം. ഇത് കുത്തി അവിടെ വളച്ചു കെട്ടി എടുക്കുകയാണ്. 2000-ലധികം ഏക്കർ ഭൂമിയുണ്ട് അത്ര ഇത് ടോട്ടൽ ഏരിയ. അല്ല, ഇവിടെ വളരെ കൃത്യമാണ്. അവർ തന്നെ ഈ സ്പിരിറ്റ് ഓഫ് ജീസസ് എന്ന് പറയുന്ന അവർ തന്നെ പറഞ്ഞൊരു കാര്യം, ഞങ്ങളല്ല ഈ കുരിശ് വെച്ചത്, അതിന്റെ ഭൂമിയുടെ ഉടമസ്ഥൻ എന്ന് പറയുന്ന ഒരാളാണ് കുരിശ് വെച്ചത്. ഞങ്ങൾ അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കുക, മരിയ സൂസെ. അത് പിന്നെ ഞങ്ങൾ അങ്ങ് വളർത്തി. അങ്ങനെ വളരുകയാണ് മൂന്നാറിലെല്ലാം ചെയ്തിട്ടുള്ളത്. മൂന്നാറിൽ കോൺക്രീറ്റ് വളരും, അവിടെ ചെടി വളരില്ല, പക്ഷെ കോൺക്രീറ്റ് ഇങ്ങനെ വളരുന്ന നമ്മൾ കാണും. ഒരാഴ്ച കഴിയുമ്പോഴും ഓരോ കെട്ടിടത്തിന്റെയും 3, 4 നില, 14 നില, 15 നില വരെ തന്നെ വളർന്നു പോണതാണ്. ആരും പണിയണതല്ല, മരം വളരുന്ന പോലെ വളരുന്നതാ. ഓരോ ആഴ്ചയും ചെല്ലുമ്പോൾ അവിടെ പുതിയ കെട്ടിടങ്ങൾ നമ്മൾ കാണും. ഇതൊന്നും ആരും കണ്ടിട്ടില്ല. ഇപ്പോൾ രാജേന്ദ്രൻ ചോദിച്ചു, ശരിയാ, റവന്യൂ ഉദ്യോഗസ്ഥന്മാർ നോക്കിയില്ലല്ലോ, MLA-യുടെ പണിയല്ലല്ലോ. ഞാൻ പറയുന്നില്ല MLA-യുടെ പണിയാണെന്ന്. പക്ഷേ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊളിക്കാൻ ചെല്ലുമ്പോൾ MLA അതിന് തടസ്സം നിൽക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. പൊളിക്കട്ടെ, നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ പൊളിക്കട്ടെ. ആര് നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിലും അത് സംരക്ഷിക്കുമെന്ന്, അവരെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത രാജേന്ദ്രൻ പറയട്ടെ. നിയമം അവരെങ്ങനെയാണല്ലോ സത്യപ്രതിജ്ഞ ചെയ്തത്. നിയമം ലംഘിച്ചവർ ഞങ്ങൾ കൂടെ നിൽക്കില്ല. മുഖ്യമന്ത്രി നിൽക്കാൻ പാടില്ല, ഒരു ജനപ്രതിനിധി നിൽക്കാൻ പാടില്ല. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ അത് തടയപ്പെടുന്നു. നിയമം പാലിക്കാൻ ചെല്ലുന്നവരെ തടയുന്നു, അതിന് ന്യായങ്ങൾ പറയുന്നു. ഇപ്പൊ കുരിശിന്റെ കാര്യം ചോദിച്ചതുപോലെ തന്നെയാണ്. നേരത്തെ പത്മകുമാർ പറഞ്ഞല്ലോ, ഈ ഇടുക്കി ജില്ലയിൽ തന്നെ കുരിശ് മാറ്റിയ സ്ഥലങ്ങൾ എത്രയുണ്ട്? മതികെട്ടാനിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലും കുരിശ് മാറ്റിയിട്ടുണ്ട്, ശൂലം മാറ്റിയിട്ടുണ്ട്. മാറ്റണം. കയ്യേറ്റത്തിന്റെ പ്രതീകമാകാൻ പാടില്ല. ത്യാഗത്തിന്റെ പ്രതീകമായ, കരുണയുടെ പ്രതീകമായ കുരിശിനെ നിങ്ങൾ സ്വാർത്ഥത്തിന്റെയും കയ്യേറ്റത്തിന്റെയും പ്രതീകമാക്കിയാൽ ഞാൻ ഉറപ്പായി പറയുന്നു, ഇതിൽ ഏറ്റവും വേദനിക്കുന്നത് നേരത്തെ കുർലോസ് തിരുമേനിയുടെ ഫേസ്ബുക്കിൽ പറയുന്നത് പോലെ യേശുക്രിസ്തു ആയിരിക്കും. എന്നാൽ ഇന്ന് നമ്മുടെ മുമ്പിലുള്ള പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയോടൊന്ന് ചോദിച്ചു നോക്കൂ. അദ്ദേഹം ഇവരെ യേശുക്രിസ്തു ചെയ്ത പോലെ ചാട്ടവാറ് കൊണ്ടടിക്കും. കാരണം പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടി ഇന്ന് ലോകത്തെ ഏറ്റവും ബാധിക്കുന്നയാൾ മാർപ്പാപ്പയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൃത്യമാണ് കാര്യം. ഇത് കയ്യേറ്റം സംരക്ഷിക്കാനുള്ള പുതിയ രീതികളാണ്. ഇതിൽ നിന്ന് എല്ലാവരും വിട്ടു നിൽക്കണം. വിട്ടു നിൽക്കാതിരിക്കുന്നതിന് ഇപ്പോൾ ഒരു ഉദാഹരണമുണ്ട്. പല രാഷ്ട്രീയ നേതാക്കളുടെ പേരിലും കേസുണ്ടല്ലോ. ഇപ്പോൾ അവിടുത്തെ MP-യുടെ പേരിൽ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആദിവാസിയുടെ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട കേസുണ്ട്, പട്ടയം മാറ്റിയതിൻ്റെ കേസുണ്ട്. അങ്ങനെ പലരുടെ രാഷ്ട്രീയ നേതാക്കളുടെ പേരിലും ഉണ്ട്, പള്ളിവാസലിലുണ്ട്, ചിന്നക്കനാലിലുണ്ട്. ഇതൊക്കെ കണ്ടെത്തിയാൽ വലിയ കുഴപ്പമാണ് എന്നതിനാലാണ് മുളയിലേ നുള്ളുക എന്ന് പറയും. മുളയിലേ നുള്ളുകയാണ് മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ. ഇപ്പോൾ അത് തടയാൻ, ആ തടയൽ മാറ്റിയേ പറ്റൂ. ശരി, ശ്രീ എസ് രാജേന്ദ്രൻ, അവസാനമായി നാളെ ഈ ഭൂപ്രശ്നം ആകെ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി യോഗം വിളിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പ്രസംഗം കൂടി കേട്ടപ്പോൾ നാളത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട ഈ
മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ ഇന്ന് തുടങ്ങിയ രീതിയിൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമോ വേണ്ടയോ എന്ന കാര്യത്തിലാണ് CPI ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കി. റവന്യൂ വകുപ്പ്, CPI അല്ല റവന്യൂ വകുപ്പ് അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നടപടികൾ ഇടതുമുന്നണിയുടെ നയപരിപാടിയുടെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന്. താങ്കൾക്ക് നാളത്തെ യോഗത്തിന് ശേഷം എന്ത് സംഭവിക്കുമെന്നാണ് കരുതുന്നത്? ഈ നടപടികൾ ഇപ്പോഴത്തെ പോലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമോ, അതോ ഇതിവിടെ കൊണ്ട് അവസാനിച്ചോ? ഒരു കാര്യം അതിന് മുമ്പ് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ MP ഒരു ആദിവാസിയുടെ ഭൂമിയും അങ്ങനെ എഴുതി വാങ്ങിയിട്ടില്ല. മറ്റൊന്ന്, ഇല്ലാത്ത കാര്യങ്ങൾ ഇത് ഉപയോഗിച്ച് പ്രചരണം നടത്തരുത്. പരിസ്ഥിതി സംരക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഒളിവായി പോകണമെന്നുള്ള അർത്ഥത്തിലേക്ക് ഇവിടെ N ഗണപതി, ഞാൻ ജനിക്കുന്ന മുമ്പ് MLA ആയിരുന്ന ആളുടെ വീട് വരെ പുതുപ്പിച്ച് പണിയാൻ NOC കിട്ടാത്ത കാലമാണ് ഇപ്പോൾ. അപ്പം കഴിഞ്ഞ കാലങ്ങളിൽ കെട്ടിടം പൊങ്ങി വരുന്നു എന്ന് പറയുന്നത് എല്ലാവരും കണ്ടുവരുന്ന കാലമാണ്. അത് കോടതിയുടെ അനുവാദത്തോടു കൂടി തന്നെയാണ്. അത് വേണമെങ്കിൽ നമുക്ക് വിവാദത്തിൽ വെല്ലുവിളിക്കാം, ഏത് സ്ഥലത്ത് വേണേലും വെല്ലുവിളിക്കാം. കോടതി അനുവദിച്ചിട്ടേ പണിതിട്ടുള്ളൂ. അതുകൊണ്ട് അക്കാര്യത്തിൽ തെറ്റിദ്ധാരണ പരത്തരുത്. മറ്റൊന്ന്, ഇപ്പോൾ പറഞ്ഞ ആവശ്യകതയിലേക്ക് ഞാൻ വരികയാണ്. പരിസ്ഥിതിക്കാർ ഞങ്ങളെല്ലാം ഒളിപ്പിച്ചിട്ട് മൂന്നാർ ഇങ്ങനെ കൊണ്ടു നടക്കാന്നുള്ള മട്ടിൽ വ്യാമോഹത്തിൽ ആരും വേണ്ട. ജനിച്ച സ്ഥലം വിട്ടു പോകാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. അതിന് എന്ത് വന്നാൽ വരും. അങ്ങനെ വരുന്ന നടപടി കയ്യേറ്റത്തിന് അനുകൂലമാണ് എന്ന് നിങ്ങളാരും കരുതേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാം ബഹുനില കെട്ടിടത്തിലോ അല്ലല്ലോ, നിങ്ങളെല്ലാം ചെറിയ കുഞ്ഞു കുടിലല്ലേ അവിടെയൊക്കെ താമസിക്കണം. ഞങ്ങൾക്കിതൊക്കെ അറിയാം. അതുകൊണ്ട് അക്കാര്യത്തിലേക്ക് ഞാനിപ്പോൾ വിവാദപരമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഗവൺമെന്റ് ഒരു കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ഒരു ഗവൺമെന്റ് കാലത്തും എടുക്കാത്ത സമീപനമാണ്. ശ്രീ എസ് രാജേന്ദ്രൻ താങ്കൾ അങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ ഇടപെടുകയാണ്. മൂന്നാറിൽ ഇപ്പോഴത്തെ റവന്യൂ ഉദ്യോഗസ്ഥർ 22 റിസോർട്ടുകൾക്ക് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. ഇതൊന്നും വീടുകളല്ല, താമസിക്കാൻ വേണ്ടി പണിതല്ലോ. അതൊന്നും മൂന്നാറുകാരുടെയുമല്ല. പള്ളിവാസൽ വില്ലേജിൽ 108 കെട്ടിടങ്ങൾക്കാണ് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ താമസിക്കാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയതല്ലോ. മൂന്നാറിന്റെ ആവശ്യം അനുസരിച്ച് അവിടുത്തെ പരിസ്ഥിതിക്ക് അനുസരിച്ചുള്ള നിർമ്മാണമേ പാടുള്ളൂ എന്ന് സുപ്രീം കോടതി പറഞ്ഞതാണ്. CHRൽ എങ്ങനെ കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞങ്ങളാരുമല്ല ചോദിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുന്നവരല്ല ചോദിച്ചത്. പരമോന്നത കോടതി ചോദിച്ചിട്ട് 1 മാസം പോലും ആകുന്നില്ല. ആ കേസ് വാദം നടക്കുകയാണ് ഇപ്പോഴും. അതാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഇതെല്ലാം നിയമം പാലിച്ചുകൊണ്ട്, പഞ്ചായത്ത് ബിൽഡിങ്ങിന്റെ നിയമം പാലിച്ചുകൊണ്ട്, അനുവാദം വാങ്ങിച്ചുകൊണ്ട് പണിയുന്നതാണ്. CHRൽ ഒരു കാരണവശാലും പണിയത്തില്ലെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അങ്ങനെ ലാൻഡ് റവന്യൂ കമ്മീഷണർ മുഖ്യമന്ത്രിക്ക് കൊടുത്ത, റവന്യൂ വകുപ്പിന് കൊടുത്ത റിപ്പോർട്ടിലുമുണ്ട്. രവീന്ദ്രൻ പട്ടയം, അങ്ങനെ പല പട്ടയങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നെ പറയാൻ വിട്, നിങ്ങൾ പറയാൻ വിട്, എന്നെ പറയാൻ വിട്. ഇവിടെ ഈ വെങ്കട്ടരാമന് അദ്ദേഹം പറഞ്ഞല്ലോ കാശ് പിരിച്ചു കൊടുക്കാന്ന്. പ്ലംജൂടി പൂട്ടിയപ്പോ അതിന്റെ മേളിലിരിക്കുന്ന മനോരമാവിന്റെ ബന്ധുവിനിരിക്കുന്ന കെട്ടിടം എന്ത് പൂട്ടാത്ത? കല്ല് അടർന്നു വീണു, പാറ അടർന്നു വീണു. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കെല്ലാം ദോഷം വരും. ആ കെട്ടിടത്തിൽ അപകടമുണ്ടാവും. അതിനോടൊപ്പം ചേർന്നിരിക്കുന്ന മറ്റൊരു കെട്ടിടത്തിന് എന്ത് അപകടമുണ്ടാകാത്ത? അതെന്ത് പൂട്ടാത്ത? അതിന്റെ മേളിൽ നേരെ മേളിലുണ്ടല്ലോ വേറെ ഒരു വലിയ കെട്ടിടങ്ങളും പിന്നെ മരത്തിന്റെ പുറത്തുള്ള ട്രീയും, അത് ട്രീ മച്ചാനും ഒക്കെ, അതിലെന്തെങ്കിലും നോക്കാത്തത്? അപ്പൊ നിങ്ങൾക്ക് പത്രക്കാർക്ക് ഒരു അജണ്ടയുണ്ട്. മുഴുവൻ കാണിച്ചു കൊടുത്തിട്ട് നടപടിയെടുക്കാൻ പറയണം. താങ്കളോടൊപ്പം ഒരു മാധ്യമ പ്രവർത്തകർ മൂന്നാറിലെ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള നടപടിയിൽ താങ്കൾ സബ് കളക്ടറോട് പറയണം. ഇതാ 1, 2, 3 ജോലി ചെയ്യാം പോരെ? നിങ്ങളെ പരിസ്ഥിതിക്കാരാണെന്ന് UNDPയിൽ നിങ്ങൾ വാങ്ങിച്ച കാശിനെല്ലാം ഇവിടെ ഞാൻ പണിയെടുക്കണമെന്നാണോ? എനിക്ക് ഇവിടെയുള്ള ആളുകളെ സംരക്ഷിച്ചാൽ മതി. ലോകം എന്ത് കരുതുന്നു ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ല. എന്റെ മണ്ഡലത്തിലുള്ള ആളുകൾ അവരെ സംരക്ഷിക്കാൻ എന്താണോ വേണ്ടേ അത് നോക്കിയാൽ മതി. ഞാൻ പറയുന്നത് ആ നിയമലംഘനത്തിന് താങ്കൾ കൂട്ടുനിൽക്കരുതെന്ന് മാത്രമേ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നുള്ളൂ. ഇനി നാളെ മുഖ്യമന്ത്രിയുടെ യോഗം കൂടി കഴിയട്ടെ. ഈ മൂന്നാറിലെ ഒഴിപ്പിക്കൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് നോക്കാം. വീണ്ടും ഇത്തരം ചർച്ചകൾ ആ ഘട്ടത്തിൽ നടത്തേണ്ടി വരികയും ചെയ്യും. സമയം ഏറെ വൈകിയത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ എസ് രാജേന്ദ്രൻ, ശ്രീ CR നീലകണ്ഠൻ, ശ്രീ GR പത്മകുമാർ, ശ്രീ ഇബ്രാഹിം കുട്ടി കല്ലാർ, ശ്രീ KK ശിവരാമൻ, എല്ലാവർക്കും നന്ദി. എഡിറ്റേഴ്സ് അവരുടെ ഇടവേള.